വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ്. നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് വോഡിഷ് ഫോർ സ്പിൽമാൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ്. ഈ ചാപ്റ്ററും ഇതിൻ്റെ സമ്മറിയും ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും അതുപോലെ തന്നെ മറ്റുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാൻ പ്ലേലിസ്റ്റിൽ നിന്ന് പോയി നോക്കിയാൽ മതി. മാത്രമല്ല ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് പരിചയപ്പെടുത്താം. 1ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലെയും ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബ് ചാനലാണ്. തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഇത് നോക്കാം. ക്യാരക്ടർ സ്കെച്ച് വോഡിഷ് ഫോർ സ്പിൽമാൻ. അപ്പോൾ ഏതൊരു ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാലും ആദ്യം അതാണ് എഴുതേണ്ട. ഹെഡിങ് ടൈറ്റിൽ അത് എഴുതുക, അണ്ടർലൈൻ ചെയ്യുക. ഇനി താഴെ നമ്മൾ ഈ കഥാപാത്രം ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഏത് കഥയിൽ നിന്നാണ് വരുന്നതെന്ന് ആദ്യം തന്നെ നമ്മൾ എഴുതേണ്ടതുണ്ട്. നോക്കാം. വോഡിഷ് ഫോർ സ്പിൽമാൻ ഈസ് ദ നെറേറ്റർ ഓഫ് ഇൻ ദി അറ്റിക്. നമ്മൾ ചാപ്റ്ററിൻ്റെ പേര് ഇൻ ദി അറ്റിക് ആണല്ലോ. സോ അതിലെ നെറേറ്ററാണ് വോഡിഷ് ഫോർ സ്പിൽമാൻ. അപ്പോൾ ഈ ഇൻ ദി അറ്റിക് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, അതെന്താണ്? ആൻ എക്സ്ട്രാക്ട് ടേക്കൺ ഫ്രം ദ പിയാനിസ്റ്റ്. എക്സ്ട്രാക്റ്റ് ആണ് എന്ന് വെച്ചാൽ ഒരു ചുരുക്കിയ രൂപം, സമ്മറി പോലെ ഒരു ചുരുക്കിയ രൂപമാണ്. ടേക്കൺ ഫ്രം ദ പിയാനിസ്റ്റ്, ഇദ്ദേഹത്തിൻ്റെ ദ പിയാനിസ്റ്റ് എന്ന വർക്കിൽ നിന്നും, അതൊരു മെമ്മോ ഓർമ്മക്കുറിപ്പാണ്, അതൊന്നും എടുത്ത ഒരു ഭാഗമാണ് ഇൻ ദി അറ്റിക്. ഇനി സ്പിൽമാൻ ഈസ് എ റേഡിയോ പിയാനിസ്റ്റ്. ഇദ്ദേഹം ഒരു റേഡിയോയിൽ പിയാനോ വായിക്കുന്ന ആർട്ടിസ്റ്റ് ആയിരുന്നു. ഹി ഈസ് പോർട്രേഡ് ടു ബി, പോർട്രേഡ് എന്ന് പറഞ്ഞാൽ ചിത്രീകരിക്കപ്പെടുന്നു. പോർട്രേഡ് ടു ബി അപ്രീഷിയേറ്റീവ്. അപ്രീഷിയേറ്റീവ് എന്ന് പറഞ്ഞാൽ താങ്ക്ഫുൾ, നന്ദി കാണിക്കുന്നത് എന്നാണ് കേട്ടോ. സോ ഈ ജർമ്മൻ ഓഫീസറുടെ അടുത്ത് നിന്ന് കുറച്ച് ഹെൽപ്പ് കിട്ടിയപ്പോൾ തിരിച്ചങ്ങോട്ട് നന്ദി കാണിക്കണമെന്ന ഫീലിംഗ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതാണ് അപ്രീഷിയേറ്റീവ് എന്ന് പറയാൻ കാരണം. ഫ്രണ്ട്ലി ആണ്, ഒപ്റ്റിമിസ്റ്റിക്, ശുഭാപ്തി വിശ്വാസമുള്ള ആളാണ്, എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ നെയ്വ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ജഡ്ജ്മെൻ്റ് ഉള്ള ഒരാൾ, അതായത് അത്ര മെച്യൂരിറ്റി ഇല്ലാത്ത, എക്സ്പീരിയൻസ് ഇല്ലാത്ത എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആളാണ് കേട്ടോ നെയ്വ്. അതുപോലെ തന്നെ കെയറിങ് ആണ്. ഓക്കെ. ഇനി ബീങ് എ പോളിഷ് ജൂ, ഇദ്ദേഹം പോളണ്ടിലെ ഒരു ജൂതനായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ സ്പിൽമാൻ ഫേസസ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ടെറർ ആൻഡ് ട്രോമ ഡ്യൂറിങ് ദ സെക്കൻഡ് വേൾഡ് വാർ. പോളണ്ടിലെ ജൂതൻ ഒരുപാട് സഹിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് 2ാം ലോകമഹായുദ്ധ കാലത്ത് ജർമ്മനിയുടെ കയ്യിൽ നിന്ന്. അതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ഫേസ് ചെയ്തു, നേരിട്ടു. എ ഗ്രേറ്റ് ഡീൽ ഓഫ് എന്ന് പറഞ്ഞാൽ എ ലോട്ട് ഓഫ്, ഒരുപാട് ടെറർ, ഭയാനകതകൾ, ആൻഡ് ട്രോമ, മാനസിക എന്താ പറയുക, പ്രയാസങ്ങൾ ഡ്യൂറിങ് ദ സെക്കൻഡ് വേൾഡ് വാർ, 2ാം ലോക മഹായുദ്ധ കാലത്ത് ഇതെല്ലാം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഡ്യൂറിങ് ദ ജർമ്മൻ ഒക്യുപ്പേഷൻ ഓഫ് വാർസോ. വാർസോ എന്ന് പറയുന്നത് പോളണ്ടിലെ ക്യാപിറ്റൽ, തലസ്ഥാനമാണ്. സോ അത് ജർമ്മനി അവിടെ പിടിച്ചടക്കിയപ്പോൾ, അപ്പോൾ ജർമ്മൻ ഒക്യുപ്പേഷൻ പറയുമ്പോൾ ജർമ്മനിയുടെ ഒരു അധിനിവേശം, ജർമ്മനി അതിനെ പിടിച്ചടക്കിയപ്പോൾ, വാർസോനെ പിടിച്ചടക്കിയപ്പോൾ സ്പിൽമാൻ ഫസ്റ്റ് ലോസ്റ്റ് ഹിസ് ഹോം. ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വീട് ആദ്യം നഷ്ടപ്പെട്ടു. ദെൻ ഹിസ് ഫാമിലി, പിന്നെ കുടുംബവും നഷ്ടപ്പെട്ടു. സ്പിൽമാൻ ഹിഡ് ഹിംസെൽഫ്, ഒളിച്ചിരുന്നു. ഹിഡ്, ഒളിച്ചിരുന്നു. ഹൈഡിൻ്റെ പാസ്റ്റാണ് ഹിഡ് കേട്ടോ, ഒളിച്ചിരുന്നു. ഇൻ എ ബിൽഡിംഗ്, ഒരു ബിൽഡിങ്ങിൽ. വേർ ഹി കെയിം അക്രോസ്, അവിടെ അദ്ദേഹം കണ്ടുമുട്ടി. കെയിം അക്രോസ് എന്ന് പറഞ്ഞാൽ മെറ്റ് ബൈ ചാൻസ്, യാദൃച്ഛികമായിട്ട് കണ്ടുമുട്ടി. വിൽം ഹോസൻഫെൽഡ്. ആരായിരുന്നു വിൽം ഹോസൻഫെൽഡ്? എ ജർമ്മൻ മിലിറ്ററി ഓഫീസർ. സോ ഈ ജർമ്മൻ മിലിറ്ററി ഓഫീസർ അദ്ദേഹം അവിചാരിതമായിട്ട് കണ്ടുമുട്ടി. ദി ഓഫീസർ റിക്വസ്റ്റഡ് ഹിം, ഓഫീസർ ഇദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തു. എന്താ റിക്വസ്റ്റ് ചെയ്തത്? ടു ലീവ് ഫോർ എ സേഫർ പ്ലേസ്, കുറച്ചുകൂടെ സേഫായ സ്ഥലത്തേക്ക് മാറാൻ പറഞ്ഞു. വിച്ച് ഹി റെസിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എതിർത്തു. പക്ഷേ അത് സ്പിൽമാൻ കേട്ടില്ല. അത് ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയെന്നാണ് പറഞ്ഞത്. വിൽം ഹോസൻഫെൽഡ് ബീങ് കൈൻഡ് ആൻഡ് എംപത്തറ്റിക്. ഹോസൻഫെൽഡ് കൈൻഡും എംപത്തറ്റിക്കും ആയതുകൊണ്ട് വാസ് ഡിറ്റർമൈൻഡ്, ദൃഢനിശ്ചയമുള്ളവനായിരുന്നു, തീരുമാനിച്ചുറച്ചിരുന്നു. അതാണ് വാസ് ഡിറ്റർമൈൻഡ് ടു സേവ് സ്പിൽമാൻ. എന്തായാലും സ്പിൽമാനെ സേവ് ചെയ്യണം എന്നുള്ള ചിന്തയായിരുന്നു അദ്ദേഹത്തിനുള്ളത്. അറ്റ് ദി റിക്വസ്റ്റ് ഓഫ് ഹോസൻഫെൽഡ്, ഹോസൻഫെൽഡിൻ്റെ റിക്വസ്റ്റ് കേട്ടുകൊണ്ട് സ്പിൽമാൻ പ്ലേഡ് ദ പിയാനോ കെപ്റ്റ് ഇൻ ദി അതർ റൂം. തൊട്ടപ്പുറത്തെ റൂമിലുണ്ടായിരുന്ന പിയാനോ അദ്ദേഹം പ്ലേ ചെയ്തു. ദാറ്റ് വൺ ദ ഹാർട്ട് ഓഫ് ദ ജർമ്മൻ ഓഫീസർ, അത് ജർമ്മൻ ഓഫീസറുടെ ഹൃദയം കവർന്നു. വൺ ദ ഹാർട്ട്, ഹൃദയം കവർന്നു. അത് ജർമ്മൻ ഓഫീസറിന് ഇയാളുടെ പിയാനോ പ്ലേ ചെയ്ത് ഇഷ്ടപ്പെട്ടു എന്നർത്ഥം. ഹോസൻഫെൽഡ് അഡ്വൈസ്ഡ് ഹിം, ഹോസൻഫെൽഡ് ഉപദേശിച്ചു അദ്ദേഹത്തെ. ടു ഹൈഡ്, എന്തിന്? ഒളിച്ചിരിക്കാൻ. ഇൻ ദ ലോഫ്റ്റ്, അതായത് അറ്റിക്കിൻ്റെ ഉള്ളിലുണ്ടായിരുന്നല്ലോ ചെറു റൂം, അതിൽ ഒളിച്ചിരിക്കാൻ പറഞ്ഞു. ഇൻ ദ ലോഫ്റ്റ് സോ ദാറ്റ് ഹി വുഡ് ബി സേഫർ. ഹി വുഡ് ബി സേഫർ കേട്ടോ, ഹി അവിടെ മിസ്സായിട്ടുണ്ട്. ഹി വുഡ് ബി സേഫർ, അതെന്താണ്? സോ ദാറ്റ് ഹി വുഡ് ബി സേഫർ, അതുകൊണ്ട് അദ്ദേഹം കൂടുതൽ സേഫർ ആയിരിക്കും എന്നുള്ളതാണ്. ഇനി ദി ഓഫീസർ ബ്രോട്ട് ഹിം ലോവ്സ് ആൻഡ് ജാം ടു ഈറ്റ്. ഓഫീസർ ഇദ്ദേഹത്തിന് കഴിക്കാൻ ലോവ്സ്, കട്ടയാത്ത ബ്രെഡാണ് ലോവ്സ്, ഓക്കെ, അതും ജാമും കൊണ്ടുവന്നു കഴിക്കാൻ. ഹി ഗേവ് ഹിം എൻ ഐഡർ ഡൗൺ. ഐഡർ ഡൗൺ എന്ന് പറഞ്ഞാൽ
കവറിംഗ് ആണ്, തണുപ്പിൽ നിന്ന് മോചിതനാവാൻ ബെഡ് കവറിങ്ങും ആൻഡ് ഹിസ് ഓൺ മിലിറ്ററി ഓവർകോട്ടും നൽകി ടു റെസിസ്റ്റ് ദ ഫ്രോസ്റ്റിനെ തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ. ഫ്രോസ്റ്റ് മഞ്ഞാണ്, മഞ്ഞിൽ നിന്നും രക്ഷ നേടാൻ. That clearly shows the bond of friendship between the German officer and the Polish Jew amidst the chaos of the Second World War. ആ ഒരു കാര്യം കാണിക്കുന്നത് എന്താണ്? ദ ബോണ്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു ബോണ്ടാണ് ബിറ്റ്വീൻ ദ ജർമ്മൻ ഓഫീസർ ആൻഡ് പോളിഷ് ജൂ. ഈ പോളിഷ് ജൂതനായിട്ടുള്ള സ്പിൽമാനും ഈ ജർമ്മൻ ഓഫീസർ ഓസൻഫെൽഡും തമ്മിലുള്ള ബോണ്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പാണ് കാണിക്കുന്നത്. അമിഡ്സ്റ്റ് എന്ന് വെച്ചാൽ ഇൻ ദ മിഡിൽ ഓഫ്, ഇടയിൽ, ദ കയോസ് പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, അതായത് പിന്നെ വലിയ പ്രയാസങ്ങൾ, വലിയ ബുദ്ധിമുട്ടുകളാണ് കയോസ് കേട്ടോ ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ. രണ്ടാം ലോക മഹായുദ്ധത്തിലുണ്ടായിരുന്ന വലിയ സംഘർഷങ്ങൾക്കിടയിൽ പിന്നെ ഇവർ ഇതുപോലെ രണ്ട് വ്യക്തി തമ്മിലൊരു കോൺവെർസേഷൻ, ഒരു പിന്നെ എന്താ പറയുക, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ അത് വലിയ പ്രസക്തിയുണ്ട്. ദി ഓഫീസർ റിമൈൻഡഡ് ഹിം ടു ഹോൾഡ് ഓൺ, പിടിച്ചു നിൽക്കാനാണ് ഹോൾഡ് ഓൺ പിടിച്ചു നിൽക്കാനും ഓഫീസർ അദ്ദേഹത്തോട് ഓർമ്മിപ്പിക്കുന്നു. ആസ് ബോത്ത് ഓഫ് ദം ബിലീവ്ഡ് ദ വാർ വുഡ് എൻഡ് സൂൺ, രണ്ടുപേരും വിശ്വസിച്ചത് ഈ യുദ്ധം പെട്ടെന്ന് അവസാനിക്കുന്ന. ഫൈനലി ജർമ്മനി വർ ഡിഫീറ്റഡ് ഇൻ ദ വാർ, യുദ്ധത്തിൽ ജർമ്മനി തോൽപ്പിക്കപ്പെട്ടു. ജർമ്മൻ സോൾജേഴ്സ് ലെഫ്റ്റ് വാർസോ, അങ്ങനെ ജർമ്മൻ സോൾജേഴ്സ് വാർസോ വിട്ടുപോയി. സോ ഡിഡ് ദി ഓഫീസറും വിട്ടുപോയി. സ്പിൽമാൻ വാസ് റിയലി അപ്രീഷിയേറ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞു, താങ്ക്ഫുൾ വെൻ ഹി ഗേവ് ഹിസ് നെയിം ആൻഡ് അഡ്രസ് ടു ദി ഓഫീസർ ടു കോൺടാക്ട് ഇൻ കേസ് ഓഫ് നീഡ്. ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാണ് സ്പിൽമാന് അദ്ദേഹത്തിൻ്റെ പേരും അഡ്രസ്സും ഇയാൾക്ക് നൽകി. ഫൈനലി when the Polish soldiers tried to kill him, mistaking him for a German, Spillman thought that it was absurd. അപ്പോൾ ഫൈനലി എന്താണ്, ഈ പോളിഷ് സോൾജേഴ്സ് ജർമ്മനിയൊക്കെ പോയതിനു ശേഷം പോളിഷ് സോൾജേഴ്സ് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ എന്താണ്, ഇത് ജർമ്മൻ ഓവർകോട്ട് നടിച്ചത് കൊണ്ട് തന്നെ ഇദ്ദേഹം ജർമ്മനാണെന്ന് വിചാരിച്ചുകൊണ്ട് എന്താണ് ഇദ്ദേഹം ജർമ്മനെ വിചാരിച്ചുകൊണ്ട് ഇത് കൊല്ലാൻ നോക്കി. അപ്പോൾ സ്പിൽമാന് ആ ഒരു അവസരത്തെ അദ്ദേഹം കണ്ടത് ഒരു അബ്സേർഡ് സിറ്റുവേഷൻ ആയിട്ടാണ്. അബ്സേർഡ് എന്ന് പറഞ്ഞാൽ സെൻസ്ലെസ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, വാർസോ ലിബറേറ്റഡ് ആയി, ജർമ്മനി പോയതിനു ശേഷം ഫ്രീ ആയല്ലോ. പിന്നെ ഇങ്ങനെ ഇത്രയും കാലം പിടിച്ചിരുന്നു, ഇങ്ങനെ ഫ്രീ ആയതിനു ശേഷം ജർമ്മനിയൊക്കെ പോയതിനു ശേഷം സ്വന്തം നാട്ടുകാരൻ വെടിവെച്ച് കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അബ്സേർഡ് അല്ലേ, സെൻസ്ലെസ് അല്ലേ. അതാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്, മനസ്സ് കയറ്റിയത്. ഹി നെവർ വാണ്ടഡ് ടു ബി കിൽഡ് ബൈ പോളിഷ് സോൾജേഴ്സ് ഇൻ ലിബറേറ്റഡ് വാർസോ. സ്വാതന്ത്ര്യം കിട്ടിയ വാർസോയിൽ വെച്ചിട്ട് പോളിഷ് സോൾജേഴ്സിനാൽ വെടികൊണ്ട് കൊല്ലപ്പെടാൻ ഇദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഫൈനലി ദേ അണ്ടർസ്റ്റുഡ് ഹി വാസ് പോളിഷ് ആൻഡ് സ്പിൽമാൻ വാസ് ടേക്കൺ ടു ദെയർ ഹെഡ് ക്വാർട്ടേഴ്സ്. അങ്ങനെ പട്ടാൾക്കാർക്ക് മനസ്സിലായി ഇദ്ദേഹം പോളിഷ് ആണെന്നും ഇങ്ങനെ സ്പിൽമാന് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോകപ്പെടുകയും ചെയ്തു. ദസ് സ്പിൽമാൻ സർവൈവൽ സ്റ്റോറി കണ്ടിന്യൂസ് ടു ഇൻസ്പയർ ദ മില്യൺസ്. അങ്ങനെ സ്പിൽമാൻ്റെ ഈ സർവൈവൽ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഈ അതിജീവനത്തിൻ്റെ കഥ മില്യൺസ് ഓഫ് റീഡേഴ്സിനെ ഇപ്പോഴും ഇൻസ്പയർ ചെയ്യുന്നു. ഇതൊരു ട്രൂ സ്റ്റോറി ആണല്ലോ, അതുകൊണ്ട് ഈ ഒരു സ്റ്റോറി ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.